Hello everyone, welcome back to my channel, The 1989. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കുക്കിംഗ് ഒക്കെ മാറ്റി നിർത്തി നമ്മളൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കാൻ പറ്റും, അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു കുറുക്ക് മെത്തേഡുകളോ കുറുക്ക് വഴികളോ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനോ നമുക്ക് ഒരു കുറുക്ക് വഴിയില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ ഞാൻ പറയുന്ന ഈ 5 ടിപ്സ് നിങ്ങൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അല്ലേ? അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് ഇസ് ദ ടിപ്പ് നമ്പർ 1. നമ്മൾ നല്ലൊരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടി ഒളിക്കാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ അവരുടെ ഇടയിൽ നിന്ന് അവർ പറയുന്നത്, നമുക്ക് സംസാരിക്കാൻ അറിയില്ലായിരിക്കാം, അത് വലിയൊരു ഡിഫോൾട്ട് ആയിരിക്കാം നമ്മുടെ ഭാഗത്ത്, പക്ഷേ അവർ സംസാരിക്കുന്നത് കേൾക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ ഏതും ആയിക്കോട്ടെ കേട്ടോ. ഇപ്പം എൻ്റെ മാതൃഭാഷ മലയാളമാണ്. നമ്മളെ മലയാളം ചെറുപ്പം തൊട്ട് ജനിക്കുമ്പോൾ തൊട്ട് ഇല്ലെങ്കിൽ ജനിച്ച ഉടനെ നമ്മൾ അമ്മ എന്നോ ഇല്ലെങ്കിൽ പപ്പ എന്നോ ഇല്ലെങ്കിൽ നമ്മൾ അച്ഛ എന്നൊന്നും വിളിക്കുന്നത് നമ്മളെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല. എന്നെ അമ്മ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടല്ല. നമ്മൾ പലരും പറയുന്നത് കേട്ടും ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ കളിക്കുന്നവർ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ സംസാരിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ആദ്യം ആയിട്ട് നമ്മൾ സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ തൊട്ട് പഠിക്കുന്നവരുണ്ടാവും, ഡിഗ്രി വരെ നമ്മൾ പഠിച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്? അതിൻ്റെ 1 റീസൺ എന്ന് പറയുന്നത് നിങ്ങളൊരു നല്ല ലിസണർ അല്ല. അപ്പം നമ്മളൊരു നല്ല ലിസണർ ആയാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പം ഹിയറിംഗ് ആൻഡ് ലിസണിങ് രണ്ടാണ് കേട്ടോ. അപ്പം ഹിയറിങ്ങിൽ ഉദ്ദേശിക്കുന്ന, ഇപ്പം എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് ഞാൻ താഴെ ഇടുവാണെങ്കിൽ ഒരൊച്ച വരും. ആ ഒച്ചേനെ നമുക്ക് ആ ഒച്ച കേൾക്കുമ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയും, എന്തോ ഒരു സാധനം താഴെ വീണു. ഇല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയും, അത് എന്തോ പ്ലേറ്റോ ഗ്ലാസ്സോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, ഇല്ലെങ്കിൽ എന്തോ പ്ലാസ്റ്റിക് എന്തോ ആണ്, ഇല്ലെങ്കിൽ ചില്ലിൻ്റെ എന്തോ ഒരു സാധനമാണ് താഴെ വീണേ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെയും വേറൊരു ഗ്രൂപ്പ് അങ്ങനെയും പറയാൻ കാരണം? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ശ്രദ്ധിച്ച് കേട്ടു, ആ ഒച്ച എന്താണെന്ന് അവർ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണ് അവർക്കത് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റിയത്. അതേപോലെയാണ് നമ്മളെല്ലാവരും. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ, നമ്മളൊരു ന്യൂസ് കേൾക്കുകയാണെങ്കിൽ, ഒരു മെസ്സേജ് ഇംഗ്ലീഷിൽ കേൾക്കുകയാണെങ്കിൽ പോലും അത് എന്താണ് പറയുന്നത്, അവർ ഏത് വേർഡ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് വായിക്കുക, റീഡിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് നാളെ തൊട്ട് നിങ്ങൾ പത്രം വായിക്കാൻ തുടങ്ങണം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം വരുത്തിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയൊരു നോട്ടാണെങ്കിൽ പോലും, അതായത് ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിലാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും അത് ചുരുട്ടിക്കുട്ടി ബാസ്ക്കറ്റിൽ എറിയരുത്. നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിരിക്കില്ല അതിൽ പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു മെസ്സേജ് ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാവുക. എന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തും ആയിക്കോട്ടെ അത് ഇംഗ്ലീഷിൽ എഴുതിയതാണെങ്കിൽ അത് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ വായിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്ലുവൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട്, പുതിയ വാക്കുകൾ കിട്ടാനായിട്ടൊക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച് വാക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടി നമ്മൾ സംസാരിക്കും. അപ്പം നമുക്ക് പുതിയ വാക്കുകൾ കിട്ടണമെങ്കിൽ, ഇപ്പോൾ പുതിയ വാക്കുകളുമായി നമ്മൾ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റീഡിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്താലേ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ റീഡിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ്, ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാരഗ്രാഫ്,
ഒരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ ആദ്യം വായിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളത് ആ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചെടുക്കാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും, ചിലപ്പം 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഒരു പ്രാവശ്യം വായിച്ചിട്ട് ആ ബുക്ക് അടച്ചു വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നിങ്ങൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ആദ്യം വായിക്കാൻ നിങ്ങൾ 10 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കാൻ ഉറപ്പായും നിങ്ങൾ അതിൽ 1 മിനിറ്റെങ്കിലും കുറച്ച് ഒരു 9 മിനിറ്റ് കൊണ്ട് നിങ്ങളത് വായിച്ച് തീർന്നിരിക്കും. അത് 100% ഷുവറാണ്. കാരണം എന്താ, നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ടൊന്ന് അത് വായിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ പിന്നെ നിങ്ങൾ വായിക്കും തോറും നിങ്ങളുടെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് വായിക്കാൻ എടുക്കുന്ന സമയം കുറഞ്ഞു വരും. അപ്പം ആദ്യം നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്താലും പിന്നെ നമ്മുടെ എഫേർട്ട് കുറഞ്ഞു വരും. നമ്മളെടുക്കുന്ന സ്പെൻഡ് ചെയ്യേണ്ട ടൈം കുറഞ്ഞു വരും. അപ്പം ഇതാണ് റീഡിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പം ആരുമില്ലാത്ത ഒരു റൂമിൽ നിങ്ങൾ കയറി കഥ കടച്ച് നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിലായിരിക്കാം. ആ ഫ്രീ ടൈമിൽ നിങ്ങളുടെ കയ്യിലുള്ള ചിലപ്പോൾ കോമിക്കിൻ്റെ ബുക്കായിരിക്കാം, ചിലപ്പം സ്റ്റോറി ബുക്കായിരിക്കാം, എന്തും ആയിക്കോട്ടെ, ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫെങ്കിലും നിങ്ങൾ ഇതുപോലെ വായിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മളിത് ചെയ്യണം. നമ്മൾ ഡെയിലി ലൈഫിൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കോൺഫിഡൻസും ഫ്ലുവൻസിയും ഒക്കെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതാണ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, ടോക്ക് ടു ദ പീപ്പിൾ ഹു ആർ ഇൻ യുവർ കംഫർട്ട് സോൺ, ഇല്ലെങ്കിൽ ടോക്ക് ടു ദ പീപ്പിൾ ഹു ആർ സറൗണ്ടഡ് യു. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട്, നമ്മുടെ പാരൻസ് ആയിരിക്കാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നമ്മളെ കുറ്റപ്പെടുത്താതെ ഇല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ സംസാരിക്കുക, ഇല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും സംസാരിക്കാതെ നമുക്കൊരിക്കലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോഴും സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ മെല്ലെ അവിടുന്ന് സ്കൂട്ടാവും അല്ലേ. അതേപോലെ തന്നെ കോളേജിലെത്തുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ലൈഫിൽ അങ്ങനെയായിരുന്നു. ഞാൻ കേട്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചതെങ്കിലും അവിടെ ഫൈൻ വരെ ഉണ്ട്. മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ ഫൈൻ വരെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് ഫ്ലുവൻസി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻറ്റും ആയിരുന്നില്ല. ആരുടെങ്കിലും മുൻപിൽ എന്നെ കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് അവിടുന്ന് ഓടി വരും എന്നല്ലാതെ ഞാൻ ഒരു അക്ഷരം പോലും ഞാൻ സംസാരിക്കില്ലായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ സംസാരിക്കും. ഈ അവിടെ ഇവിടെ മുറിഞ്ഞ ഭാഷയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. ഇപ്പം അതേപോലെ ഞാൻ കോളേജിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തമിഴ്നാട്ടിലാണ് ഞാൻ എൻ്റെ PG ഒക്കെ ചെയ്തത്. ആ സമയത്താണെങ്കിൽ പോലും ഞാൻ തമിഴിയൻസിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാരണം എനിക്ക് തമിഴ് അറിയില്ല, അവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അവിടെയും ഞാൻ തെറ്റിപ്പോയാൽ അവർ കളിയാക്കുമോ, എനിക്കൊരു പേടി, എൻ്റെ ഉള്ളിലുള്ള ഒരു ആ ഭയം എന്നെ അനുവദിച്ചില്ല ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്. ഞാൻ അവിടെയും തപ്പിക്കൊണ്ട് നടന്നത് മലയാളി കുട്ടികളെയാണ്. അപ്പം അവിടെയും എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ വെറുതെ കളഞ്ഞു. പിന്നെ ജോലിയിൽ കയറിയപ്പോഴാണ് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നതും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നത് ജോലി കയറിയപ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ ടീച്ചിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തേ പറ്റൂ. എന്നാൽ പോലും ഞാൻ മലയാളികളുള്ള കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ, മൊത്തം മലയാളീസ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളും അവർ പറയും മാം കുറച്ചും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കംഫർട്ട് സോൺ ഞാൻ കൺവേർട്ട് ചെയ്യും, എൻ്റെ കംഫർട്ട് സോൺ ആക്കി ഞാൻ മാറ്റുമായിരുന്നു. എന്നിട്ട് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ കൊണ്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല. പിന്നെ എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചത് നോൺ മലയാളീസ്, അതായത് മലയാളി കുട്ടികൾ ഇല്ലാത്ത ക്ലാസ്സസ് ഒക്കെ കിട്ടി. ഞാൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പല കൺട്രികളിൽ നിന്ന് ഇല്ലെങ്കിൽ എബ്രോഡ് സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ആ സമയത്താണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനേ പറ്റുക. അത് പണ്ടൊന്നും ആദ്യം എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ പോകുമ്പോൾ ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷേ ഞാനൊരു ധൈര്യം സംഭരിച്ച് ഞാനത് പറഞ്ഞ് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിരിയോ കളിയാക്കലോ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും ഫേസ് ചെയ്തില്ല. ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ അതൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്താണ് ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളെ
നിങ്ങളെ കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓ നീ വലിയ ഇംഗ്ലീഷുകാരി, അല്ലെങ്കിൽ നീ ഭയങ്കര ഇംഗ്ലീഷ് പറയുന്ന ആൾ എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്ന ആൾക്കാരെ അല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നീ സംസാരിക്കുക, നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതാണ് ടിപ്പ് നമ്പർ 3. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 4. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് സ്പീക്ക് ലൗഡ്ലി, ടോക്ക് ലൗഡ്ലി എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 4 എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോറൊക്കെ അടച്ചിട്ട് നമ്മുടെ റൂമിൽ വന്നിരുന്നിട്ട് നമ്മൾ ഉറക്കെ സംസാരിക്കുക. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്പാണ്. സെമിനാർ എടുക്കുമ്പോഴും പ്രസൻറ്റേഷൻ എടുക്കുമ്പോഴും ഈവൻ അവർക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ പോലും അവർക്ക് മുന്നിൽ വന്ന് നിന്ന്, അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പോലും ഇംഗ്ലീഷ് പറയാനായിട്ട് അവർക്കൊരു പേടിയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നിട്ടോ ആരും നിങ്ങളെ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ ചെന്ന് നിന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സൊക്കെ ഉറക്കെ അങ്ങോട്ട് വായിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതേപോലെ തന്നെയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറയാം. ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എയിം ഇൻ ലൈഫ്, ഇല്ലെങ്കിൽ ഗോൾ ഇൻ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് പറയാനുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. ആരോട് നിങ്ങളിത് പോയി പറയേണ്ട, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലിപ്സ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങളുടെ മുഖത്ത് ഓരോ വേർഡ്സ് പറയുമ്പം നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതികൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടോ, നമ്മൾ ചിരിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. ഞാൻ ഇപ്പോൾ പോലും എനിക്ക് പെട്ടെന്നൊക്കെ കോളേജിലാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ സ്പീച്ച്, നാളെ മാം ഇങ്ങനെ ഒരു സ്പീച്ച് പറയണം, അല്ലെങ്കിൽ മാം ആണ് ഫെലിസിറ്റേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരാറുണ്ട്. എത്രയൊക്കെ നമ്മൾ വലിയ ക്ലാസ്സുകൾ എടുത്തു എന്ന് പറഞ്ഞാലും നമുക്കൊരു ചെറിയൊരു ടെൻഷൻ വരുമല്ലോ അല്ലേ. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യം ഒന്ന് എഴുതി വെച്ച്, ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോയി നിന്ന് ഒരു പ്രാവശ്യം പറയും. ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ഒരു പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കും, എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കും, അതേപോലെ തന്നെ എൻ്റെ ടെൻഷൻ മുഖത്ത് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് മുമ്പിൽ എന്തെങ്കിലും പറയേണ്ടതായിട്ട് മുൻകൂട്ടി അവരെൻ്റെ അടുത്ത് അറിയിക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് എ സഡൻ ഒക്കെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യും. അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടും നിങ്ങൾ ഈ ഒരു 5 ടിപ്പ് ഡെയിലി ഫോളോ ചെയ്താൽ. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്, ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് ജോയിൻ അപ്പ് ഇൻ ഗ്രൂപ്പ്സ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് സർക്കിൾ ആയിക്കോട്ടെ, കൊളീഗ്സിൻ്റെ സർക്കിൾ ആയിക്കോട്ടെ, മാക്സിമം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ ടിപ്പ് നമ്പർ 3 പറഞ്ഞതുപോലെ, നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഇംഗ്ലീഷായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി നിൽക്കുക. അവരുടെ ഇടയിൽ നിന്ന് നമ്മളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊന്ന് അങ്ങനെ ശ്രമിച്ചു നോക്കുക. ഒരാൾ പോലും നിങ്ങളെ കളിയാക്കില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഉറപ്പായും നിങ്ങൾക്ക് മറുപടി തരും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണോ പറഞ്ഞത് അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് ഇനിയിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോ ആണെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് പോകും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടാവുമല്ലോ. എപ്പോഴും ഏതൊരു സ്റ്റുഡൻറ്റിനും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ടീച്ചർ എന്തായാലും അവർക്കുണ്ടാവും. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റിയുടെ അടുത്ത് പോവുക. ആ ഫാക്കൽറ്റിൻ്റെ അടുത്ത് പറയുക, മാം ഐ വോണ്ട് ടു ടോക്ക് ടു യു ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടീച്ചർ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ഇംഗ്ലീഷിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം അവർ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരും. അതേപോലെ നിങ്ങളുടെ പാരൻസ് നല്ലപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന പാരൻസ് ആണ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു മടിയൊന്നും ഇല്ലാത്ത പാരൻസ് ആണെങ്കിൽ യു ക്യാൻ ഓപ്പൺ അപ്പ് ടു യുവർ പാരൻസ്. നിങ്ങൾക്ക് അവിടെ പോയി അവരോട് പറയാം, പപ്പ മമ്മ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുക, ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്, സോ ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ് എന്ന് അവരോട് ഫ്രീ ആയിട്ട് നിങ്ങൾ പറയാം. നിങ്ങൾ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ കൊളീഗ്സിൻ്റെ അടുത്തും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ അവരോട് മാക്സിമം, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ മോസ്റ്റ് സ്റ്റാഫിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക. ജോയിൻ അപ്പ് ഇൻ ഗ്രൂപ്പ്സ് വേർ ദേ ഹെൽപ്പ് യു. ആ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് 100% ഉറപ്പുള്ള ആ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ പെടുക. ആ ഒരു ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു 5 ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കാനായിട്ട്
നിങ്ങൾക്ക് വേണ്ട 5 ടിപ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാതെ ഒരു ദിവസം ചെയ്ത് ഇല്ലെങ്കിൽ 2 ദിവസം ചെയ്ത് ഇല്ലെങ്കിൽ 1 വീക്ക് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഡെയിലി നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ വിത്തിൻ 1 മന്ത് ഓർ മേ ബി ബൈ 2 മന്ത്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് എടുക്കാനായിട്ട്, ഫ്ലുവൻ്റ് പറയാനായിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾ അതിലെ തെറ്റുകളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗ്രാമർ മിസ്റ്റേക്കുകളോ ഇല്ലെങ്കിൽ നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതിൽ വരുന്ന പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമ്മൾ പാടാറില്ലേ, കുളിക്കുമ്പോൾ ഒരു മൂളിപ്പാട്ടെങ്കിലും നമ്മൾ പാടാറില്ലേ, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുക. നമ്മൾ സംസാരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഇംഗ്ലീഷ് പറയണം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പം ആ ഒരു എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ആ ചാനൽ. അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേറൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.